ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അരുൺ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അരുണിനെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ എടുത്തിട്ട് ഏറി കയറ്റിയ ഒരു അവസ്ഥയാണ്. അതിനകത്ത് പറഞ്ഞൊരു കാര്യമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ അരുണുണ്ടെങ്കിൽ പെണ്ണ് കാണാൻ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട് കാണാൻ വരുന്നതൊക്കെ പരിപാടിയുണ്ടല്ലോ. അങ്ങനെ വന്ന സമയത്തുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഇത് എനിക്ക് കച്ചവടം ഉറപ്പിച്ചു എന്നുള്ള രീതിയിലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് തന്നെ ആൾക്കാരുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ പറയുന്നത് എത്ര അഹങ്കാരമായി, കുറച്ച് ഫേമസ് ആയെന്ന് വെച്ചിട്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്തുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ പല രീതിയിലുള്ള കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേണക്കത്തുള്ള ഒരുപാട് വാക്കുകളുണ്ടെങ്കിൽ അവർ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് പല വീഡിയോസിലും. ഇതേണക്ക് അവരുടെ ഒരു സ്ലാങ്ങോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഇതേ രീതിയിലായിരിക്കും. പക്ഷേ ഈ കാര്യം ഉണ്ടെങ്കിൽ ഇതേണക്ക് പറഞ്ഞപ്പോൾ എന്തോ ഇങ്ങനെ പറയുന്നത് കച്ചവടം ഉറപ്പിച്ചെന്നുള്ള രീതിയിൽ, ഒരു കല്യാണം ഉറച്ചതിൻ്റെ കാര്യമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും പിന്നെ ഉണ്ടെങ്കിൽ അതിന് ശേഷം അരുൺ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശമൊന്നും അല്ല പറഞ്ഞത്, ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അത് അങ്ങനെ ആയി പോയതാണ്. പക്ഷേ ഒരുപാട് പേരുണ്ടെങ്കിൽ അത് എടുത്തിട്ട് താൻ ഇതേ കണക്ക് മനഃപൂർവ്വം ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അല്ലെങ്കിൽ അഹങ്കാരം വന്നിട്ട് പറഞ്ഞതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു അരുൺ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.